ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. വാഷ്റൂം ഡ്യൂട്ടി ചെയ്യാത്ത ടീമിനെതിരെ ആഞ്ഞടിച്ച് വഴക്കുണ്ടാക്കിയാണ് അപ്പാനി ശരത്തും അക്ബറും. എപ്പിസോഡിന്റെ ലാസ്റ്റ് ഈ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഇതില് മസ്താനി ലക്ഷ്മിയെ ഫേവർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി വാഷ്റൂം ടീമാണല്ലോ. എന്തോ ഒരു കാര്യം പറയുമ്പോൾ ഇവരെല്ലാരും കൂടി മസ്താനിയെ എടുത്തിട്ട് ചാടിക്കുന്നുണ്ട്, പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. നീയാണോ രേഷ്മയ്ക്ക് പേരെടുക്കാൻ വരുന്നത്? നീ വൈറ്റാട്ടിയാണോ? വേസ്റ്റിംഗ് കൊട്ട, കച്ചറ, ഊള, കൂതറ, അങ്ങനെ പറയാൻ പാടില്ലാത്ത കുറെ വാക്കുകൾ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ ഒരു മര്യാദയ്ക്ക് ഞാനൊന്നും പറയുന്നില്ല. യൂസ് ചെയ്ത കുറെ വാക്കുകളുണ്ട്. മോശം മോശം മോശം. ഈ വിളിച്ചതൊക്കെ ശരത്ത് തന്നെയാണ് എന്ന് ഭാവൻ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് പ്രേക്ഷകർ ഇതാണ് ശരത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അക്ബറിന്റെയും അപ്പാനിയുടെയും കൂടെ ഷാനവാസും കൂടിയിട്ടായിരുന്നു കേട്ടോ ഈ പരാക്രമമൊക്കെ. മസ്താനി അപ്പാനിയുടെ ഭാര്യയെ പറ്റി എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. അതും വളരെ മോശമായിപ്പോയി. അത് കേട്ടിട്ട് ഇവര് ട്രിഗർ ആവുന്നതാണ്. രേണുവിന്റെ ഹസ്ബൻഡ്, റന ഫാത്തിമയുടെ ബോയ് ഫ്രണ്ട്, ഇപ്പൊ അപ്പാനിയുടെ വൈഫ്, പിന്നെ ഉച്ചയ്ക്ക് ബിന്നിയുടെ ഹസ്ബൻഡിനെ പറ്റി എന്തോ പറയുന്നത് കേട്ടിരുന്നു എന്ന് ഇവര് പറയുന്നുണ്ട് കേട്ടോ. ഇവരുടെ ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് ഇത് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അക്ബർ വഴക്കുണ്ടാക്കുന്നുണ്ട്. ഈ സമയത്ത് ഷാനവാസ് പറയുന്നു ഒരുമാതിരി നാറിയ സ്ട്രാറ്റജിയുമായിട്ടാണ് മസ്താനി വന്നിരിക്കുന്നത്, കുടുംബക്കാരെ പറയുന്ന നാറിയ സ്ട്രാറ്റജിയാണെന്ന് പറയുന്നു. മസ്താനി പറഞ്ഞ വേറൊരു കാര്യം ശരത്തിന് ശരിക്കും ട്രിഗർ ആവുന്നുണ്ട് കേട്ടോ. ഇത് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായമാണ്. മസ്താനിയ പറഞ്ഞത് അപ്പാനിയൊക്കെ അങ്ങ് അങ്കമാലിയില്, ഇവിടെ ശരത്ത് മതി എന്ന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും കണക്കിന് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരാൾ പോലും വിട്ടുകൊടുക്കുന്നില്ല. എന്നിട്ട് ഈ വട്ടം കൂടിയുള്ള ഒരു ആക്രമം ജസ്റ്റ് ഒന്ന് ആളിക്ക് എത്തിയപ്പോഴത്തേക്കും തന്നെ ശരി, ഓക്കേടാ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് മസ്താനി പോയി ആ ബെഡിൽ കിടക്കുന്നുണ്ട്. അതും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊന്നും ഒരു പുത്തിരി അല്ല എന്നുള്ള രീതിയിൽ ആ ബെഡിൽ കിടക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു പുള്ളിക്കാരി ബെഡിൽ പോയി കിടന്നതിന് ശേഷമായിരുന്നു ശരത്തിന്റെ ഷോ തുടങ്ങിയത്. ഞാനൊക്കെ സിനിമയിൽ അഭിനയിച്ചവനായോണ്ട് മിണ്ടാതിരിക്കുമെന്നാണ് ഓർത്തോണ്ടിരിക്കുന്നത്. എന്നിട്ടൊരു മോശപ്പെട്ട വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ന് പറയുന്നുണ്ട്. ശരത്തിന്റെ സംസ്കാരമല്ല എന്റെ, അതുകൊണ്ട് ഞാൻ ആ വാക്ക് പറയുന്നില്ല. അത് പ്രേക്ഷകരുടെ മുന്നിൽ, ഇത്രയും പ്രേക്ഷകരുടെ മുമ്പിലെങ്കിലും എനിക്ക് പറയാൻ ഒരു മടിയുണ്ട്. അത്രയും മടി പോലും അത്രയും വലിയൊരു സ്റ്റാർ ആയിട്ട് അയാൾ കാണിക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ സിനിമയിൽ മറ്റേ പ്രേമിച്ച് നടക്കുന്ന ക്യാരക്ടറൊന്നും അല്ല ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളവർക്കറിയാം അതൊക്കെ എങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത്. ഓഹോ, അപ്പോ സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടർ പോലെ തന്നെ നമ്പർ 1 കൊള്ളരുതാത്തവനാണ് എന്ന് ശരത്ത് സ്വയം അക്സെപ്റ്റ് ചെയ്തല്ലോ, സന്തോഷം. പിന്നെ ബിഗ് ബോസിനകത്ത് നിന്ന് കിട്ടുന്ന ഹേറ്റും സൈബർ ബുള്ളിങ്ങും ഒരു പുത്തിരിയൊന്നും അല്ല ശരത്ത്, ശരിയാണ് ആ പറഞ്ഞത്. പഴയ ഒരു പ്രയോഗമുണ്ട്, മറ്റേ ചീമൊട്ട എറിയുന്ന ഒരു പരിപാടിയാണ്. അത് ആൾക്കാരെടുത്ത് എറിയാണ്ട് നോക്കിക്കോ, അതേ എനിക്ക് പറയാനുള്ളൂ. വെറുപ്പിക്കുന്നതിന് എനിക്കൊരു പരിധിയില്ല എന്നെ. സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ ചിലപ്പോൾ ഫീൽഡ് ഔട്ട് ആയെന്നൊക്കെ വരും. അതൊക്കെ വളരെ യൂഷ്വൽ ആണ്. അതിൽ കണ്ണി കണ്ട മറ്റേ ഉഷിലുള്ള പെമ്പിള്ളാരുടെ മെക്കിട്ട് കയറുമല്ല വേണ്ടത്. എന്തൊക്കെയാണ് പറയുന്നത്, വയറ്റാട്ടി, കച്ചറ, വേസ്റ്റ്. ഹോ, എന്റെ പൊന്നോ, കേട്ടിട്ട് തന്നെ വല്ലാത്ത പോലെ ആയിപ്പോയി. ശരിക്കും ഒരു 12:30 സമയത്ത് ലൈവ് കാണാനിരിക്കുന്നവരുടെ ഒക്കെ ഒരുമാതിരി ലൈവ് കാണാനിരിക്കുന്നവരുടെ തന്തയ്ക്ക് വിളിക്കുന്ന പോലെ ആയിപ്പോ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലിറ്ററലി ആ ഒരു രീതിയിലാണ് ഇവര് എല്ലാരും കൂടി നിന്ന് മസ്താനി വിളിച്ചുകൊണ്ടിരുന്നത്. മസ്താനി ഓക്കെ, മസ്താനി പുള്ളിയുടെ ഭാര്യയ്ക്ക് പറഞ്ഞു, അതിന് 1ഉം 2ഉം പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഒരു മര്യാദയൊക്കെ വേണ്ടേ? അപ്പൊ ഇതായിരുന്നു രാത്രിയിലത്തെ ലൈവിലെ ഈ ഒരു വഴക്ക്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.